നമുക്ക് കുറച്ച് നിമിഷങ്ങൾ ശാന്തമായിട്ടിരിക്കാം. നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ദിവസം കേട്ട ഓരോ കാര്യങ്ങളും കിട്ടിയ ഓരോ ബോധ്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ഓർക്കാം. നമ്മുടെ കൂടെയുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്ന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈശോ. He is always ready to love us unconditionally. ഈശോയുടെ കൂടെ ആ ഒരു യൂണിയനിലായിരിക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും അധിപനായ ഈശോ നമ്മുടെ മുന്നിൽ ഇവിടെ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഇവിടെ വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഈശോയും മാത്രം. നമുക്ക് കാണാം, നമ്മുടെ തൊട്ടു മുന്നിൽ ഈശോ ഇരുന്ന് ചോദിക്കുക, മോളെ നിനക്കെന്താ പറയാനുള്ളത്, നിനക്കെന്താ ചോദിക്കാനുള്ളത്, നിനക്ക് കരയാനുണ്ടോ? കരയാൻ. He's just waiting. നമ്മളിപ്പോൾ കുറച്ച് സമയം സൈലൻസിലായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആരുണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ ഈ ഒരു വീക്കെൻഡ് നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, let nothing stop us from that. He is there. നമ്മുടെ മുന്നിൽ ഒരു കസേരയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ മുഖത്തേക്ക് നോക്കുക, നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുക. What is your worry? You tell me. What is your doubt? You ask me. If you have anything to cry, just cry in front of me. There's nothing that we can hide from him. നമ്മുടെ എല്ലാ കാര്യങ്ങൾ അറിയാവുന്ന നമ്മുടെ ഈശോ, എല്ലാം കാണുന്ന നമ്മുടെ ഈശോ. നേരത്തെ നമ്മൾ കേട്ടായിരുന്നു, കുമ്പസാരത്തിൽ we are becoming naked in front of the Lord so that He can wash us clean from all our sins. നമ്മളൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാസ്ക്സും ഒത്തിരി ഫേക്കായിട്ടുള്ള ഒരുപാട് അവതാരങ്ങളൊക്കെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടാവും. അതെല്ലാം മാറ്റി ഈ ഒരു സമയത്ത് let's be naked in front of the Lord.
us back. Let Jesus wash us and cleanse us and prepare us for our heavenly marriage. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നമുക്ക് തുറന്നു വയ്ക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് വേണ്ടി ദാഹത്തോടെ ഫോർ യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ ദാഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. നമ്മളിൽ ആഗ്രഹമുണ്ട് എങ്കിലും ഇല്ല എങ്കിലും അതൊന്നും ഒരു കണ്ടീഷനല്ല. നമ്മളുമായി ഒന്നായി തീരുവാൻ, നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാൻ വെമ്പൽ കൊണ്ട് ഓരോ നിമിഷവും ഈ ഡിസയറും നഫ്ഷൽ യൂണിയന് വേണ്ടിയിട്ടുള്ള ഡിസയറിൽ ദൈവം നിൽക്കുന്നത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക. ഈ ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം എനിക്കുണ്ടോ? ഈശോയെ, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് അയച്ചാലും ഹൃദയം നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ ദാഹം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഈശോ എടുത്തു മാറ്റി. ഈ അവസരത്തിൽ ഈ സെഷൻസിലൊക്കെ നമ്മൾ കേട്ട ചില ചിന്തകൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈശോയോട് തന്നെ ചോദിക്കുക, ഈശോയെ, എന്താണ് അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവേ, എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നേ ദിവസം കേട്ടു. എനിക്ക് വ്യക്തമായിട്ട് പലതും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നമ്മുടെ ജീവിതത്തെ ഈശോയുടെ മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ എല്ലാ മാസ്കും താഴെ ഇട്ടുകൊണ്ട് പൂർണ്ണ നഗ്നതയിൽ നമ്മുടെ എല്ലാ ബ്ലെമിഷസും, നമ്മുടെ എല്ലാ കുറവുകളും, നമ്മുടെ എല്ലാ അഴുക്ക് ചാലുകളും ശുദ്ധമാക്കുവാനായിട്ട്, നമ്മെ വിശുദ്ധീകരിക്കുവാനായിട്ട് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കൃപകളാണ് ചൊരിഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇനി ഏതെങ്കിലും നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം. കർത്താവേ, എന്നെ ഇന്ന് അലട്ടുന്ന എൻ്റെ പ്രശ്നം ഇതാ. എൻ്റെ കുറവുകളായി ഞാൻ കരുതുന്നത് ഇതൊക്കെയാ.
എൻ്റെ വേദനകളെ ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് നാഥ. നമ്മുടെ ബോധ്യങ്ങളിൽ നിന്ന് ജനനം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരം, നമ്മുടെ ലൈംഗികത, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർ ദുരുപയോഗിച്ചിട്ടുള്ള അവസരങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ തുറന്നു വയ്ക്കാം. ഈശോ വലിയ സൗഖ്യം തരുവാനായിട്ട് ആഗ്രഹിക്കുക. തെറ്റായ ബോധ്യങ്ങളിലൂടെ തെറ്റുകളിലേക്ക് ഞങ്ങൾ കർത്താവെ പല അവസരങ്ങളിലും ഞങ്ങൾ മടങ്ങിപ്പോയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ചില മുറിവുകളൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവുകയില്ല, നാം ഓർക്കുന്നുണ്ടാവുന്നില്ല. സാരമില്ല, ഹൃദയം തുറന്നു വയ്ക്ക്. നിനക്ക് മുറിവുണ്ടായിട്ടുള്ളത് ഇതാ സൗഖ്യപ്പെടുത്തുവാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ മുറിവുകളിലേക്ക് നിൻ്റെ മുറിവുകൾ നീ എടുത്തു വയ്ക്കുക, ചേർത്ത് വയ്ക്കുക. കുരിശിൽ നിന്ന് ഇറ്റിറ്റായി വീണുകൊണ്ടിരിക്കുന്ന തിരുരക്തത്തുള്ളികൾ നിൻ്റെ മുറിവിലേക്ക് സൗഖ്യമായി, അഭിഷേകമായി ഇതാ ഞാൻ ഒഴുക്കുന്നു. എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്കുണ്ടായിട്ടുള്ള അവഗണന മനോഭാവം, ശരീരത്തെ അവഗണിച്ചിട്ടുള്ള ധാരാളം നിമിഷങ്ങൾ ഈശോയെ, അതുമൂലം എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളിലേക്ക് നീ കടന്നു വരണമേ. നമ്മുടെ ഓരോ മുറിവുകളിലേക്കും അല്പസമയം നിശബ്ദമായി നമുക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോയ്ക്ക് അറിയാം നമുക്ക് മുറിപ്പെട്ടിട്ടുണ്ട് എന്ന്. പക്ഷേ സൗഖ്യം നമ്മൾ ഏറ്റുവാങ്ങുക ഈ നിമിഷം, അതുമാത്രം നമ്മൾ ചെയ്താൽ മതി. ഞാൻ നിനക്ക് വീണ്ടും സൗഖ്യം നൽകും. നിൻ്റെ മുറിവുകളെ ഞാൻ വെച്ച് കെട്ടും, നിൻ്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും. നമ്മളത് സ്വീകരിക്കാൻ, റീക്ലെയിം ചെയ്യുക. He is there to fill us with His power, His anointing power. നമുക്കിനി അല്പസമയം പൂർണ്ണ നിശബ്ദതയിൽ ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേട്ടത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. Prayer is a longing for God. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട. ഈശോ നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോ നമ്മുടെ എല്ലാ കുറവുകളെയും ശക്തിപ്പെടുത്തുന്നു. അതെല്ലാം ഈശോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ അവസരത്തിൽ പൂർണ്ണമായിട്ട് ഞാനും എൻ്റെ ഈശോയും എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പിൽ വേറൊന്നും എനിക്ക് ചിന്തിക്കാനില്ല. ജീസസ്, I want to be one with you. Increase my desire and thirst for you, Lord. ഇപ്പം നമുക്കൊരു 2-3 നിമിഷങ്ങൾ ആരും ഒന്നും സംസാരിക്കുകയില്ല, നമുക്ക് മ്യൂസിക് ഒന്നും ഉണ്ടാവുകയില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് ഭാവനയിലല്ല, റിയാലിറ്റിയിൽ ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുക, ദാഹിക്കുക, ദാഹിക്കുക. Increase your desire. Let the Holy Spirit open up our desire. Let
He increase our longing for God. ഒരു പക്ഷേ അത് ബ്ലാങ്ക് ആയിട്ട് ഡാർക്ക് നൈറ്റ്സ് ആയിട്ട് നമുക്കൊരു ഫീലിങ്ങും ഉണ്ടാകുകയില്ലായിരിക്കും. ഡസൻറ്റ് മാറ്റർ. ഗോ വിത്ത് ഹിം, ഡിസയർ ഫോർ ഹിം. പരിശുദ്ധാത്മാവേ, ഈശോയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ദാഹത്തെ കൂടുതൽ കൂടുതൽ തീഷ്ണമാക്കി എന്നിൽ ശക്തിപ്പെടുത്തണമേ. Let me crave for him. Let me long for him. ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ദൈവമേ, ഞങ്ങൾ അയോഗ്യരായിരുന്നിട്ടും ഒത്തിരി കുറവുകളുള്ളവരായിരുന്നിട്ടും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായി പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങൾ ഇന്ന് കേട്ട ഈ നല്ല വിശേഷം, ദ ഗുഡ് ന്യൂസ്, ഈശോയെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതോർത്ത് നന്ദി പറയുകയാണ്. എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്നും രക്ഷിക്കപ്പെടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമേ, ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് സത്യമെന്ന്. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ സത്യം അറിഞ്ഞ് രക്ഷപ്പെടുവാനായിട്ട് ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ, ഒരു വിധത്തിലല്ലേ മറ്റു വിധത്തിൽ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ. കർത്താവേ, നീ എന്നെ ഉപയോഗിക്കുക, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുക. ഞങ്ങൾക്ക് കഴിവുകളുണ്ടായിട്ടല്ല, കുറവുകളില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്കെല്ലാം അറിയാമായിട്ടല്ല. ഈശോയെ, അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ ഒരു ഉപകരണമായി അങ്ങയുടെ കൈകളിൽ പ്രവർത്തിക്കുവാൻ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ സത്യം പറഞ്ഞു കൊടുക്കുവാൻ, ജീവിതത്തിലെ സന്തോഷത്തിൽ അവർക്ക് ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തിച്ചേരുവാൻ, അവരുടെ ഡെസ്റ്റിനി കണ്ടുപിടിക്കുവാൻ ഞങ്ങളെ അങ്ങ് ഉപയോഗിച്ചാലും നാഥ, നമ്മളെ തന്നെ നമുക്ക് വീണ്ടും ഈശോയ്ക്ക് സമർപ്പിച്ച് എല്ലാ നന്മകളെയും നമുക്ക് ഈശോയുടെ സ്നേഹകരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭിച്ചു. രാവിലെ മുതൽ
ദൈവത്തിൻ്റെ അനന്തമായ ആ സ്നേഹം നമ്മൾ പല രീതിയിൽ നമ്മൾ അനുഭവിച്ചു. അതെല്ലാം അവിടുത്തെ വലിയ ദാനമാണ്, അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ് നമുക്കിന്ന് ഈ ശുശ്രൂഷകളിലൂടെ ലഭിച്ചത്. അതെല്ലാം ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മൾ തുടർന്ന് ഈ ഇന്നത്തെ വിശ്രമത്തിന് പോകുമ്പോഴും ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാകുവാൻ, ഈശോയെ എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ പൂർണ്ണമായി വേണം, എനിക്ക് നീയുമായി അലിഞ്ഞു ചേരണം, എനിക്ക് നിന്നെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വലിയ മനോഭാവം എനിക്ക് വേണം. അതാണ് ദൈവമേ ഈ ജീവിതത്തിൽ എനിക്ക് ഫുൾഫിൽമെൻറ്റ് തരുന്നത് എന്നുള്ള മനോഭാവം ഞങ്ങളിൽ വളർത്തിയെടുക്കുവാനും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് സ്തുതിച്ച് ശുശ്രൂഷയിൽ നമുക്ക് ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് തന്നെ ധാരാളമായ സൗഖ്യം നമുക്ക് ലഭിക്കുക. ആന്തരിക സൗഖ്യം, ആത്മീയ സൗഖ്യം, ശാരീരിക സൗഖ്യം. മനുഷ്യൻ്റെ പലതരത്തിൽ നമ്മളെ മൂടി വച്ചിരിക്കുന്നതായ, പലതരത്തിൽ നമുക്കറിയാൻ വയ്യാത്തതായ പല മുറിവുകളും തുറന്നു വന്ന് ഈശോ സുഖപ്പെടുത്തും. നമുക്കെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് രണ്ട് കരങ്ങളും ഈശോയുടെ അടുത്തേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരുന്നതോർത്ത് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, Lord. Praise you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah, 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 hallelujah. Praise you, Jesus. Thank you, Jesus. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah.